എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഒരു ജേർണലിസ്റ്റായിട്ടല്ല, മറിച്ചൊരു സാധാരണക്കാരിയായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു 200 രൂപയുടെ പച്ചക്കറി കിറ്റ് എൻ്റെ സഹോദരനെ വിട്ട് വാങ്ങിപ്പിച്ചിരുന്നു. പത്തനംതിട്ട ചന്തയ്ക്കകത്തുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊരിക്കലും എല്ലാ കടക്കാരെയും മോശമാക്കാനോ ഒന്നുമല്ല. അത് തുടക്കം തന്നെ പറയട്ടെ, ഒരുപാട് നല്ല കച്ചവടക്കാരുള്ളൊരു സ്ഥലമാണ് പത്തനംതിട്ട ചന്ത. പേഴ്സണലി എനിക്കറിയുന്ന ആളുകൾ പോലും അവിടെയുണ്ട്. അപ്പം ഞാൻ മിക്കവാറും അവിടെ നിന്ന് തന്നെയാണ് ഞാൻ പച്ചക്കറി മീനും ഒക്കെ വാങ്ങുന്നത്. പക്ഷേ ആദ്യമായിട്ട് എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി. ഇത് ചെയ്ത വ്യക്തിയെ മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ആ ചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചിന്തിക്കുക, ഒരിക്കൽ പോലും ഇത് ആവർത്തിക്കരുത്. ഇതാണ് എനിക്ക് കിട്ടിയ 200 രൂപ കിറ്റിലെ പച്ചക്കറികൾ. ക്യാരറ്റും ഉരുളക്കിഴങ്ങും പയറും അങ്ങനെ എല്ലാം ഉണ്ട് ഇതിനകത്ത്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതിലുള്ള സാധനങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണണം. ഇത്രയും അഴുകിയ ചീത്തയായ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് കൊടുത്തുവിടാൻ സാധിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ പൊതുവെ ആരും അങ്ങനെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഇത്രയുമാണ് നമുക്ക് കിട്ടിയ പച്ചക്കറി ഉപയോഗിക്കാൻ പാകത്തിന്. എനിക്കിത് കൊടുത്തു വിട്ട ചേട്ടനോട് പറയാനുള്ളത്, ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഈ ഒരു കിറ്റ് എടുക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ മോശമായ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഇത്രയും തീർത്തും നമ്മൾ വേസ്റ്റിൽ കളയുന്ന സാധനങ്ങൾ എടുക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ ആർക്കോ കൊടുക്കുമ്പോൾ അതെങ്ങനെയും ആയിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ അടുത്ത് വരുന്ന ഓരോ സാധാരണക്കാരും ഓരോ വിശ്വാസവുമായിട്ടാണ് വരുന്നത്. ഈ കടയിൽ പോയാൽ നമുക്ക് നല്ല സാധനം കിട്ടും, അല്ലെങ്കിൽ അവിടുത്തെ സർവീസ് നല്ലതാണ് എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ആളുകൾ വരുന്നതല്ലേ. ആ വിശ്വാസം സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. 1000 പേര് നല്ലവരുണ്ടാവും, അതിൽ ഒരാൾ ചീത്തയായാൽ മതി, ബാക്കി എല്ലാവർക്കും ആ ചീത്തപ്പേര് വരും. അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കൽ കൂടെ മെൻഷൻ ചെയ്യട്ടെ, ഇത് ചന്തയിലെ എല്ലാ കടകളെയും ഉദ്ദേശിച്ചൊന്നുമല്ല ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരുപാട് നല്ല കച്ചവടക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചന്ത തന്നെയാണ് പത്തനംതിട്ട ചന്ത. ഞാനിത് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതെനിക്ക് കൊടുത്തുവിട്ട വ്യക്തി ആരാണോ അവരെ ഉദ്ദേശിച്ച് മാത്രമാണ്.